പ്രിയമുള്ളവരെ സ്വാഗതം. 2020-21 വർഷത്തെ നിങ്ങളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോ പ്രധാനമായും സാലറീഡ് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായി ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിലൊന്നാമതായി 2020 മാർച്ച് മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള സാലറിയുടെ ഡീറ്റെയിൽസ് വേണം. അടുത്തതായി DA അരിയർ ഡീറ്റെയിൽസ്. ഈ വർഷം ഏതെങ്കിലും DA അരിയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ കണക്ക്, അതിൽ എത്ര തുകയാണ് PFലേക്ക് പോയിട്ടുള്ളത് എന്ന കണക്കും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതേപോലെ പേ അരിയർ ഡീറ്റെയിൽസ്, ശമ്പളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അരിയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതേപോലെ പേ റിവിഷൻ അരിയർ ഡീറ്റെയിൽസ്, അതേപോലെ ലീവ് സറണ്ടർ ഡീറ്റെയിൽസ്, കൂടാതെ ഫെസ്റ്റിവൽ അലവൻസ്, അതേപോലെ അവസാനമായി നൽകിയിട്ടുള്ള അതർ ഇൻകം ഡീറ്റെയിൽസ്. ഏതെങ്കിലും രീതിയിലുള്ള മറ്റു വരുമാനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൈവശം കരുതുന്നത് നല്ലതാണ്. ഇനി നിങ്ങളുടെ കൈവശം ടാക്സ് കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ഇളവുകൾ ലഭിക്കണമെങ്കിൽ ഡിഡക്ഷൻ്റെ ഡീറ്റെയിൽസുകൾ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിലാദ്യം വേണ്ടത് സാലറി ഡിഡക്ഷൻസ് ആണ്. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് നേരിട്ട് പിടിക്കപ്പെടുന്ന PF, SLI, GIS, NPS, LIC തുടങ്ങിയവ. സ്പാർക്ക് വഴി ശമ്പളം വാങ്ങിക്കുന്നവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഡിഡക്ഷൻ്റെ ഡീറ്റെയിൽസും അതേപോലെ മറ്റ് ഏണിങ്സിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം സ്പാർക്കിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയിട്ടുള്ള ഒരു A4 ഷീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഹൗസിംഗ് ലോൺ ഉള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ കൈവശം വേണം. അതേപോലെ പ്രൊഫഷണൽ ടാക്സിൻ്റെ എമൗണ്ട് പൊതുവെ 2500 രൂപയായിരിക്കും എല്ലാവർക്കും. അതുപോലെ വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ HRI ക്ലെയിം ചെയ്യാൻ അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൈവശം വേണം. ട്യൂഷൻ ഫീ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറഞ്ഞവ കൂടാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇളവുകൾ ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്തരം ഡീറ്റെയിൽസിന് പുറമെ പാൻ നമ്പർ, പെൻ നമ്പർ, ഡെസിഗ്നേഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളും കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഏവർക്കും വളരെ വേഗം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ടാക്സ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് വിൻഡോസിലും ഉബുണ്ടുവിലും അതേപോലെ മൊബൈലിലും ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം യൂസർ ഫ്രണ്ട്ലിയായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ ലഭിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. കൂടാതെ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുമുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്ന ഈ പേജിൽ എത്തിച്ചേരും. ഇവിടെ വിൻഡോസിനും അതേപോലെ ഉബുണ്ടുവിനും പ്രത്യേകം സോഫ്റ്റ്വെയർ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അതിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു പേജിലാണ് എത്തുക. ഈ ഒരു പേജിൽ തന്നെയാണ് ടാക്സ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇവിടെ മുകളിലായി നെയിം, ഡെസിഗ്നേഷൻ, ഓഫീസ് ഡീറ്റെയിൽസ് എന്നിവ നൽകുക. കൂടാതെ കാറ്റഗറി എന്നതിൽ എംപ്ലോയി ആണോ അതോ പെൻഷനർ ആണോ എന്ന് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. മുകളിൽ വലതുവശത്തായി പെൻ നമ്പർ, പാൻ നമ്പർ, കൂടാതെ ഏജ് കാറ്റഗറി എന്നതിൽ ബിലോ 60 years, എബോവ് 60 years ഓർ എബോവ് 80 years എന്നതിൽ ഏതിൽ വരുന്നു എന്നത് സെലക്ട് ചെയ്ത് നൽകുക. ഇവിടെ പേ എന്ന കോളത്തിൽ മാർച്ച് 20 എന്നതിന് നേരെ മാർച്ച് മാസത്തെ ബേസിക് പേ നൽകണം. ഓട്ടോമാറ്റിക്കായി താഴെയുള്ള എല്ലാ ബോക്സുകളിലും ആ തുക തന്നെ ഫില്ലായി വരുന്നതാണ്. പക്ഷേ ഇൻക്രിമെൻ്റ് വരുന്ന മാസം മുതൽ ബേസിക് പേ തിരുത്തി നൽകേണ്ടതാണ്. അതേപോലെ ഈ വർഷം 5 മാസം 6 ദിവസത്തെ സാലറി കുറച്ചാണ് ജീവനക്കാർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എത്രയാണോ ആ സമയത്തുണ്ടായിരുന്ന നിങ്ങളുടെ ബേസിക്, ആ തുകയാണ് ഓരോ ബോക്സിലും നിങ്ങൾ നൽകേണ്ടത്. തൊട്ടടുത്ത് കാണുന്ന DA എന്ന ബോക്സിൽ നിങ്ങളുടെ ഡിയർനെസ് അലവൻസ് ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നതാണ്. അതേപോലെ തൊട്ടടുത്തുള്ള HRI എന്ന ബോക്സിൽ നിങ്ങളുടെ ഹൗസ് റെൻ്റ് അലവൻസ് എത്രയാണോ അതവിടെ എൻ്റർ ചെയ്ത് നൽകുക. ഇനിയും നിങ്ങൾക്ക് വല്ല അലവൻസും ലഭിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത കോളത്തിൻ്റെ മുകളിലായി അലവൻസിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് ഉദാഹരണമായി CCA എന്നിട്ട് അതിൻ്റെ തുക താഴെ എൻ്റർ ചെയ്ത് നൽകുക. ഇതേപോലെ ഇനിയും അലവൻസുകളുണ്ടെങ്കിൽ അതെല്ലാം ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി വലതുവശത്ത് ഡിഡക്ഷൻസ്, നിങ്ങളുടെ സാലറിയിൽ നിന്ന് നേരിട്ട് കട്ട് ചെയ്യപ്പെടുന്ന PF, SLI, GIS, NPS, LIC തുടങ്ങിയവയിൽ ഏതെല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. കൂടാതെ ഇതിൽ പറയാത്ത വല്ലതുമുണ്ടെങ്കിൽ ഉദാഹരണമായി GPAIS മുകളിൽ അത് ടൈപ്പ് ചെയ്ത് തുക താഴെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഓരോ മാസത്തെയും വരുമാനത്തിൻ്റെ ടോട്ടൽ ഇവിടെയും അതേപോലെ ഡിഡക്ഷൻ്റെ ടോട്ടൽ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 2020 മാർച്ച് മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള തുകകളാണ് ഇങ്ങനെ ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഇവിടെ വലതുവശത്തായി ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സാലറി എന്ന കോളത്തിൽ
ഓരോ മാസവും TDS ആയി ടാക്സ് മുൻകൂട്ടി അടയ്ക്കുന്നവരാണെങ്കിൽ ആ തുക 2021 ജനുവരി വരെയുള്ള തുകകൾ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഇനി താഴെ ഈ ഭാഗത്ത് ടോട്ടൽ DA അരിയർ എന്ന ബോക്സിൽ DA അരിയറായി തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക മുഴുവനായും ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. അതിൽ PFലേക്ക് പോയ തുകയുണ്ടെങ്കിൽ DA അരിയർ ക്രെഡിറ്റഡ് ടു PF എന്ന ബോക്സിൽ ആ തുക മാത്രം എൻ്റർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ പേ അരിയർ എന്ന ഈ ബോക്സിൽ സാലറിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അരിയർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക മുഴുവനായും ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതിൽ നിന്ന് എന്തെങ്കിലും തുക PFലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പേ അരിയർ ക്രെഡിറ്റഡ് ടു PF എന്ന ഈ ബോക്സിലാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അതുപോലെ പേ റിവിഷൻ അരിയർ വിത്ത് ഇൻട്രസ്റ്റ് എന്ന ഈ ബോക്സിൽ പേ റിവിഷൻ അരിയർ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തുക ടോട്ടലായി ഇവിടെ എൻ്റർ ചെയ്ത് നൽകി അതിൽ നിന്ന് PFലേക്ക് പോയ തുകയുണ്ടെങ്കിൽ ആ തുക ഈ ബോക്സിലുമാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഇനി ലീവ് സറണ്ടർ ഉള്ളവർ അതിവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതേപോലെ ഫെസ്റ്റിവൽ അലവൻസ് അത് ഈ ബോക്സിലാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അതേപോലെ ഇതിൻ്റെ താഴെയായി കാണുന്ന ഗവൺമെൻറ് ബാർ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു NPS എന്ന ബോക്സിൽ NPSലേക്കുള്ള നിക്ഷേപം സാലറിയിൽ നിന്ന് നേരിട്ട് നടത്തുന്നവർ അവർക്ക് അതിന് സമാനമായൊരു തുക ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയറോ നടത്തേണ്ടതുണ്ട്. ആ തുകയുടെ ടോട്ടലാണ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഇതിൻ്റെ താഴെ എനി അതർ ഇൻകം, നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ വരുമാനമുള്ളവരാണെങ്കിൽ, ഉദാഹരണമായി ബാങ്ക് നിക്ഷേപത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അതെന്താണോ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകി ആ തുക ഈ ബോക്സിലേക്ക് എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഇനി താഴെ അതർ ഡിഡക്ഷൻസ്, ഇതിലാദ്യം HRA ആണ്. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് HRA ക്ലെയിം ചെയ്യാൻ അർഹതയുള്ളവരാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് ആ തുക ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതിൻ്റെ താഴെയായി അലവൻസ് എക്സംപ്റ്റഡ്, നിങ്ങൾ മുകളിൽ കാണിച്ച ഏതെങ്കിലും ഒരു ഇൻകം നിയമപരമായി ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. അതിൻ്റെ താഴെയായി പ്രൊഫഷണൽ ടാക്സ്, 2500 രൂപ വീതമായിരിക്കും പലർക്കും പ്രൊഫഷണൽ ടാക്സ്. അതിൻ്റെ താഴെയായി ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ്, ഹൗസിംഗ് ലോൺ എടുത്തവരാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് തുക ഇവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇനി താഴെ ATC ഡിഡക്ഷൻസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടേബിൾ എബോവ്. ATCയിലെ നിക്ഷേപത്തിന് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഇളവ് ലഭിക്കുന്നതാണ്. മുകളിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പല നിക്ഷേപങ്ങളുടെയും ആകെത്തുക 1.5 ലക്ഷം ആവുന്നില്ലെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒന്നാമതായി ട്യൂഷൻ ഫീസ്, അതേപോലെ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ഹൗസിംഗ് ലോൺ റീപേയ്മെൻറ്റ് പ്രിൻസിപ്പൽ, അതേപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് സാലറി ഡ്രോൺ, അതായത് നമ്മുടെ സാലറിയിൽ നിന്ന് നേരിട്ട് കട്ട് ചെയ്യാത്ത തരത്തിലുള്ള LIC പോളിസികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തുകയും നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ മറ്റ് പല രീതിയിലുള്ള ATC നിക്ഷേപങ്ങളുണ്ട്. അതേതാണ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് തുക നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇനി അതർ ഡിഡക്ഷൻസ്, ഇത് ATCയിൽ വരാത്ത നിക്ഷേപങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ATD മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അതേപോലെ ATG CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുള്ള സംഭാവനകൾ, അതേപോലെ ATU ATE തുടങ്ങിയവ. ഇത്തരത്തിലുള്ള വിവിധ നിക്ഷേപങ്ങൾക്ക് എന്തിനൊക്കെയാണ് ടാക്സ് ഇളവുകൾ ലഭിക്കുന്നത് എന്ന് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്താണ്. ഇപ്പോൾ ടാക്സ് കണക്കാക്കാനുള്ള എൻട്രികൾ പൂർണ്ണമായി. ഇനി ഈ വ്യക്തിയുടെ ടാക്സ് എത്ര വരുന്നു എന്ന് നോക്കാം. ഈ വർഷം 2 രീതിയിൽ ടാക്സ് കണക്കാക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് പുതിയ രീതി, അതിന് ടാക്സ് ഇൻ ന്യൂ റെജിം എന്നാണ് പറയുക. രണ്ടാമതായി പഴയ രീതി, ടാക്സ് ഇൻ ഓൾഡ് റെജിം എന്നാണ് പറയുക. ഈ സോഫ്റ്റ്വെയർ 2 രീതിയിലും ഓരോ വ്യക്തിയുടെയും ടാക്സ് കണക്കാക്കപ്പെടുന്നുണ്ട്. എങ്കിലും വ്യക്തിക്ക് ഏത് രീതിയിലാണ് കുറഞ്ഞ ടാക്സ് വരുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻ്റ് ഔട്ടായി ലഭിക്കുക. ന്യൂ റെജിം എന്നതും ഓൾഡ് റെജിം എന്നതും വളരെ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാം. ന്യൂ റെജിം ഈ വർഷം പുതിയതായി വന്നിട്ടുള്ള ടാക്സ് കാൽക്കുലേഷൻ ആണ്. ഇത് പ്രകാരം വ്യക്തികൾക്ക് നിക്ഷേപങ്ങൾക്കും മറ്റും യാതൊരു തരത്തിലുള്ള ഇളവുകൾ ലഭിക്കുന്നതല്ല. പക്ഷേ ഇതിലുള്ള ടാക്സ് നിരക്കുകൾ പൊതുവെ കുറവാണ്. നിക്ഷേപങ്ങൾ ഒന്നും ഇല്ലാത്തവർക്കും അതേപോലെ 10 ലക്ഷത്തിലധികം വരുമാനമുള്ളവർക്കും പുതിയ രീതിയിലായിരിക്കും കുറഞ്ഞ ടാക്സ് വരിക. അതേസമയം ഓൾഡ് റെജിം അഥവാ പഴയ രീതി, ഇവിടെ നിക്ഷേപങ്ങൾക്കും മറ്റും ഇളവുകൾ ലഭിക്കുന്നതാണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ടാക്സ് നിരക്കുകൾ അധികമായിരിക്കും. നിക്ഷേപങ്ങൾ ഉള്ളവർക്കും ഏറെക്കുറെ 10 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കും ഈ രീതിയിൽ, അതായത് പഴയ രീതിയിൽ ടാക്സ് കണക്കാക്കുമ്പോഴായിരിക്കും കുറഞ്ഞ ടാക്സ് വരിക.
ഈ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായി തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ടാക്സ് എവിടെയാണ് വരുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ഈ വ്യക്തിയുടെ കുറഞ്ഞ ടാക്സ് വരുന്നത് ന്യൂ റെജീം അല്ല, ഓൾഡ് റെജീം രീതിയിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായി ഇവിടെ കാണിച്ചിരിക്കുന്ന ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഒരു PDF പേജിൽ ഈ വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ പ്രിൻ്റ് കമാൻഡ് നൽകി നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ പ്രിൻസിപ്പാളിന് അല്ലെങ്കിൽ മേലധികാരിക്ക് സൈൻ ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ ഫോം 12BB ലഭിക്കണമെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഫോം 12BB എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് 10E എൻട്രി നടത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഈ സോഫ്റ്റ്വെയറിൽ തന്നെയുണ്ട്. എൻട്രി നടത്തി സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇളവും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ലഭിക്കുന്നതാണ്. ഇവിടെ അവസാനമായി നൽകിയിട്ടുള്ള നോട്ട്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന മലയാളത്തിലുള്ള ഡീറ്റെയിൽസുകൾ കാണാവുന്നതാണ്. ഏതൊക്കെ കാര്യത്തിനാണ് നിങ്ങൾക്ക് ടാക്സ് ഇളവുകൾ ലഭിക്കുക, HRA എങ്ങനെ കണക്കാക്കാം, എന്താണ് ഓൾഡ് റെജീം, എന്താണ് ന്യൂ റെജീം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.